ടീച്ചേഴ്സ് ഡേ ആയിക്കൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്തു? അവരെല്ലാ പ്രോഗ്രാംസും നടത്തിയിട്ടോ. ആ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ പറയുന്നത്. പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയധികം കോർഡിനേഷനിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ ഞാനൊന്നും ക്യാപ്പബിൾ ആയിരുന്നില്ല കേട്ടോ. ആ കാലം മാറി, ഇപ്പം കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ലേശം പൊലിപ്പിച്ച് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. കാരണം നമ്മളെ പരിപാടി മൊത്തം ആ കുട്ടികളാണ് സ്പോൺസർ ചെയ്തത്. ഈ ഫുഡൊക്കെ ഈ കുട്ടികളാണ് സ്പോൺസർ ചെയ്ത്. നമ്മളെങ്ങനെ പറയാതിരിക്കും? ഈ സ്കൂളിലെ ടീച്ചേഴ്സിന് ഫുള്ള് ഫുഡ് കൊടുക്കണേ തന്നെ ഉണ്ടല്ലോ, അവർ നല്ലൊരു എമൗണ്ട് മുടക്കണം. അതുവരെ അവർ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്തു. അത് ഞങ്ങളാരും പറഞ്ഞിട്ടുമല്ല. അപ്പോൾ പിന്നെ അത് എത്ര വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമുണ്ടല്ലോ. ഒരു ലോങ് വീഡിയോ ചെയ്യാനും മാത്രം വലിയ കാര്യമായിട്ട് ഞാനതിന് പറയുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിലൊരു വീഡിയോ പോലും ഞാനെടുത്ത വീഡിയോസ് അല്ല. ഈ വീഡിയോസ് എല്ലാം എൻ്റെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ ക്യാമറയും കൊണ്ടുപോയി എടുത്തതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വേറെ എന്ന് വെച്ചാൽ, ഓഡിറ്റോറിയത്തിൽ ഇവരുടെ തന്നെ വക വലിയ പരിപാടികളും ഉണ്ടായിരുന്നു. പരിപാടികളെല്ലാം ഗ്രാൻഡായിരുന്നു. ഡാൻസ് ആയിരുന്നു മെയിൻ. സ്റ്റേജിലൊരു ഡാൻസും പുറത്ത് വേറൊരു ഡാൻസും ഉണ്ടായിരുന്നു. പുറത്തെ ഡാൻസ് അധികം ടീച്ചേഴ്സ് പ്രൊമോട്ട് ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അങ്ങോട്ട് പുറത്ത് കളിക്കാൻ പറ്റിയില്ല. എന്നാലും ഇട്ടിയ ഗ്യാപ്പിന് ഇടയ്ക്കൊക്കെ അവരത് ആസ്വദിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ വീഡിയോ എടുത്ത ഞാനല്ല. അതും എൻ്റെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ് കേട്ടോ. ഹോസ്റ്റലറായിട്ടുള്ള എൻ്റെ ഒരു കുട്ടിയുണ്ട്. അവളാണ് ക്യാമറ കൈകാര്യം ചെയ്തതും വീഡിയോസ് എടുത്തതും ഒക്കെ. ഒരു കണക്കിന് ഇപ്പോഴും നമ്മുടെ സ്കൂളിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലേ. 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്പോൾ പണ്ടത്തിനെക്കാട്ടിലും ഒരുപാട് മെച്ചപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളൊക്കെ 10ൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ തള്ള വൈബ് പറയുകയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഞാനൊന്നും ഇത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിട്ട് ക്യാപ്പബിളായിട്ടുള്ള ആയിരുന്നു അന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി എൻ്റെ കൂടെയുള്ള ഒരു പക്ഷേ 1-2 പേർക്ക് ഇതിന് പറ്റിയേക്കാം. പക്ഷേ എല്ലാവരും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നതെന്ന്. എന്താണേലും കുട്ടികളെല്ലാവരും അടിപൊളിയാണ്. ഇപ്പം ജനറേഷൻ മാറും തോറും എന്തൊക്കെയാലേ, എന്ത് രസമാണ്. അവരൊക്കെ എത്ര അപ്ഡേറ്റഡായി, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അറിയാം. എനിക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ലോണം അറിയാം. അല്ല, പറഞ്ഞ് എൻ്റെ വോയിസ് ഓവർ അബദ്ധമാവുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. സംസാരിക്കാൻ വിഷയദാരിദ്ര്യം വരുന്നതിൻ്റെ പ്രശ്നവുമാവാം. പ്രധാനപ്പെട്ട ഒരു പ്ലഡ്ജും ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സിന്. ടീച്ചേഴ്സ് എല്ലാവരും കൈയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച്, കുട്ടികൾ സാധാരണ പ്ലഡ്ജ് പറയുന്ന പോലെ പ്ലഡ്ജൊക്കെ പറഞ്ഞു. നമ്മൾ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ, കുട്ടികൾക്ക് മോശം വരുന്നൊന്നും ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടിപ്പിക്കൽ പ്ലഡ്ജ് തന്നെ. പക്ഷേ പ്ലഡ്ജിനെ ഞാനങ്ങനെ ടിപ്പിക്കലാക്കി പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും എല്ലാ ടീച്ചേഴ്സും മനസ്സിൽ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവർ ഡാൻസൊക്കെ കളിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ വളരെ ആസ്വദിച്ച്, അതായത് ചെറുതായിട്ട് കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ മൂവ്മെൻറ്റ് ഇട്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണും കേട്ടോ. അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായി. അധികം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ ഇവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്ന് എടുത്ത കുറേ വീഡിയോസ് എൻ്റെ പക്കൽ കിട്ടി. അപ്പോൾ പരിപാടിയെക്കാട്ടിലും കൂടുതൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവൾ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത കുറച്ച് മൊമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. വെറും ഓർഡിനറി റോ വീഡിയോ ആണ്. അല്ലാതെ ഇതിലൊരുപാട് ഒന്നും എഡിറ്റ് ചെയ്ത് ചേർക്കാനോ ആഡ് ചെയ്ത് ചേർക്കാനോ ഒന്നുമില്ല. ക്ലാസ് റൂം തമാശകളും ചിരികളും കളികളും എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലോ. ജസ്റ്റ് ഒരു ടീച്ചേഴ്സ് ഡേ എന്നുള്ളതിനെക്കാട്ടിലുപരി എൻ്റെ കുട്ടികളുടെ ഡാൻസും പാട്ടും അവരുടെ മൊമെൻറ്റ്സും നല്ല മൊമെൻറ്റ്സും എല്ലാം ഇൻക്ലൂഡായിട്ടുള്ളൊരു നല്ല വീഡിയോ. ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഇവരൊന്നും തന്നെ യൂട്യൂബ് ഫോളോവേഴ്സൊന്നുമല്ല. പക്ഷേ എന്നാലും പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവരിതെടുത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരിതെടുത്ത് കാണുക ആക്സിഡൻ്റലായിട്ട് കാണുമോ, എങ്ങനെയെങ്കിലും ഇതുവരെ കണ്ണിപ്പെടുമ്പോൾ, ഒരാളുടെയെങ്കിലും കണ്ണിപ്പെടുമ്പോൾ അവർക്കുണ്ടാവാൻ പോകുന്നൊരു സന്തോഷവും കൗതുകവും അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ. ഇപ്പം നിങ്ങളിത് കാണുന്നുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ ഈ കുട്ടികളൊന്നും ഇതൊന്നും ഒരു കാലത്തും കാണാൻ പോകുന്നില്ല. 1-2 പേര് കാണുമായിരിക്കും. പക്ഷേ എങ്കിൽപ്പോലും അങ്ങനെയൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു വില മനസ്സിലാവാൻ പോകുന്നത് എപ്പോഴാണ്? ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും ഇവരെ കണ്ണിപ്പെടുമ്പോഴായിരിക്കും അല്ലേ? നമുക്കൊക്കെ അങ്ങനെയല്ലേ? 10ാം ക്ലാസ്സിൽ നമ്മൾ എഴുതിയ ഓട്ടോഗ്രാഫൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ നമ്മളെ അലമാരിയിൽ നിന്നൊക്കെ പൊടി തട്ടിയെടുക്കുമ്പോൾ അയ്യോ, അന്നത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരില്ലേ? അന്ന് പക്ഷേ നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷേഴ്സും ഒന്നും ഇല്ലായിരുന്നെങ്കിലും അത്രയും സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ ഓട്ടോഗ്രാഫ്, അന്നത്തെ കത്തുകൾ, അന്നത്തെ